അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്നും കൂടി ഉള്ളോ അറിയില്ല. നാളെയാണ് ആ ദിവസം. ഇന്ന് 14-ാം തീയതി അല്ലേ, നാളെയാണ് കേട്ടോ 15. അപ്പോൾ ഇന്നും കൂടി വീഡിയോ ഉള്ളോ എന്നൊന്നും അറിയില്ല. ഏതായാലും നാളേക്കില്ല വീഡിയോ കൂടി ഞാൻ ഇന്ന് എടുത്ത് വെച്ചിക്കണേ. നമുക്ക് യോഗ ഉണ്ടെങ്കിൽ നാളെ ഇടും കേട്ടോ, ഇല്ലെങ്കിൽ ഇടില്ല. അപ്പോൾ നമ്മളെ സനുട്ടൻ മദ്രസക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതാക്കണേ. സനുട്ടനെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മൾ എന്താട്ടി ചായക്ക് വെള്ളം വെക്കാൻ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ആട്ടി വെച്ചിക്കണം കേട്ടോ. നല്ല അരിയും ഉഴുന്നും ഒക്കെ ഇട്ട് അരച്ച് വെച്ച്, ഞാൻ ഗ്യാസ് റൂളിലാണ് കേട്ടോ അരച്ച് വെച്ചിരിക്കുന്നത്. കാരണം അതിൽ പറഞ്ഞു വെച്ചാൽ നല്ല ഉസ്സാറായിട്ട് വരും എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാക്കണേ ഞാൻ കണ്ടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ, ഇതാക്കണേ കണ്ടോളി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടില്ല, നല്ല ഐസ്ക്രീം മാതിരി ഉണ്ടല്ലേ കാണാൻ. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിക്കണം കേട്ടോ. നമ്മളെ ക്രീമൊക്കെ മാതിരി തന്നെ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പം എന്നാൽ ഒരു 19 മിനിറ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ആണെച്ചെങ്കിലോ, ലാസ്റ്റ് ദിവസമാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 19 മിനിറ്റാണ്ട് ഇട്ടിക്കണേ. ഇന്നും കൂടി ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ സഹിച്ചാൽ മതിയാവും. ഇനി നമ്മളെ ചളിത്തമാസയും കേൾക്കേണ്ടി വരില്ല, നമ്മളെ ചോറും കൂട്ടാനും അതും കാണേണ്ടി വരില്ല, അതൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. എന്താ ഏതാണെന്നൊന്നും പറയാൻ പൊടിയാടില്ല മക്കളെ. നാളെയാണ് ഇപ്പോൾ ആ ദിവസം, 15-ാം തീയതി. എല്ലാ യൂട്യൂബർമാരുടെയും നെഞ്ചെടുപ്പിൻ്റെ ഒരു ദിവസമാണ് നാളെ. അപ്പം ഇന്നലത്തെ പറഞ്ഞ മാതിരി തന്നെ ഇനിയിപ്പോൾ അതൊക്കെ പോകുക എന്ന് വിചാരിച്ചിട്ട്, നമ്മളിപ്പോൾ ആരും ഈ യൂട്യൂബ് കണ്ടിട്ടല്ല നമ്മളാരും ജീവിച്ചത് അല്ലല്ലോ. അപ്പം ഒരു രസത്തിനും വേണ്ടി തുടങ്ങി. പിന്നെ തുടങ്ങിയാൽ പക്കം പിന്നെ അത് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വിൽക്കാൻ തോന്നിയില്ല. അങ്ങനെ പിന്നെയും തുടർന്ന് അങ്ങനെ വീഡിയോ ഇട്ട് പോയതാണ്. പിന്നെ ഇത്രയും കാലം വീഡിയോ എടുത്തതല്ലേ, അപ്പം പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ഒക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു നിലക്ക് അങ്ങനെ പോകാം. എല്ലാവരെയും ഇപ്പം ഞാൻ പറയുന്നത് വേണ്ട, എല്ലാവരെയും നെഞ്ചെടുപ്പ്. കാരണം നമുക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം നല്ല നല്ല യൂട്യൂബർമാരുണ്ടാവുമല്ലോ, ഓരതൊക്കെ അവർക്കൊക്കെ പേടിയുണ്ട് കേട്ടോ. എല്ലാവർക്കും പേടി തന്നെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെ ഇക്കാരം. ഏതായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം ഒരുപാട് പൈസ കിട്ടണവർക്കൊക്കെ ഓല ചാനലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇത്രയും കാലം ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് അത് പെട്ടെന്ന് പോകുക എന്ന് പറയുമ്പം അറിയില്ല എന്തൊക്കെയാണ് എന്നുള്ളത്. ഒക്കെ പടച്ചോൻ്റെ കജ്ജിൽ, അതേമാതിരി യൂട്യൂബറുടെ കജ്ജിലും ഒന്നും പറയാനല്ല. അപ്പം ഞാനിതാക്കണേ ചായക്കൊക്കെ വെള്ളം വെച്ചിനല്ലോ, അതൊക്കെ തിളച്ച് വന്നപ്പോൾ ചായപ്പൊടി പഞ്ചാരി ഇട്ടുകണേ. അപ്പുറത്ത് ഇതാക്കണേ ഞാൻ ഇഡ്ഡലിൻ്റെ ചെമ്പ് വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മളെ മാവ് ഇങ്ങനെ കോരി വെച്ചാട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിക്കണം ഇപ്പോൾ ഇഡ്ഡലി ചുട്ടിട്ട്. അപ്പോൾ എന്നും അരി ഇടണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് മറക്കൂട്ടോ. പിന്നെ ഉച്ചക്കേക്കാരം ഓർമ്മ. അപ്പോൾ ഉച്ചക്ക് ഇടുമ്പോൾ പിന്നെ വിചാരിച്ചു വൈകുന്നേരം ഇടാം. അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പം 6 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സിയോ കറണ്ടോ മിക്സിയോ പിന്നെ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ മോട്ടറോ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് കറണ്ടും ബില്ല് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മറക്കും. പിന്നെ 10 മണിക്ക് ശേഷം അരച്ചാൽ മതി. അപ്പോൾ പിന്നെ മടിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മളത് ചെയ്യാപ്പം തന്നെ മതി എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് മറക്കും കേട്ടോ. ഇന്ന് ഏതായാലും ഞാൻ മറന്നൊന്നുമില്ല. അങ്ങനെ അരിയും കൊയ്യുന്നൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെച്ചതേനി. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പും കെട്ടണം മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഈ ചെറിയ അടുപ്പൊക്കെ വെച്ചാൽ ഗ്യാസിന് ലാഭമുണ്ട് എന്നൊക്കെ പറയണേക്കട്ടോ. അപ്പോൾ ഞാൻ കജ്ജണതും നമ്മൾ ഈ ചെറിയ ഗ്യാസ് തന്നെയാണ് ഞാൻ വെക്കൽ. പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ വേണ്ടി അതൊന്ന് ആറ്റിയും ചെയ്തിക്കണം, അതവിടെ വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു തേങ്ങ എടുത്ത് പൊളിച്ചാം. കാരണം ചട്ടിനിയാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധനമില്ല കേട്ടോ. കേങ്ങുണ്ട്, വൈതലങ്ങിയുണ്ട്, അതുകൊണ്ട് കാര്യമായില്ലല്ലോ. അപ്പോൾ പിന്നെ ചട്ടിനി തന്നെ ആയിക്കോട്ടെ. ഇഡ്ഡലി ആകുമ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ആണിച്ചെങ്കിൽ ഒലിക്ക് ചട്ടിനിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ സാമ്പാർ കേട്ടോ. അപ്പം ഇന്ന് സാമ്പാറിന് പറ്റൂല. ഞമ്മക്കൊന്നും തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാറാണ് കേട്ടോ തിരുപ്പതി. അപ്പോൾ സാമ്പാറിന് കഷ്ണമല്ല, പിന്നെ ഇല്ല കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ അപ്പോൾ ഞാൻ മാണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടിയൊക്കെ മാണ്ടീനി. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് വന്ന് ഞാനിതാക്കണ ഒന്ന് പൊട്ടിച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ പൊട്ടിച്ചപ്പോൾ തന്നെ ചുറപ്പണൽ വെള്ളമില്ല എന്നില്ല, കാരണം കുലുങ്ങണമൊന്നുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതാക്കണേ
നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ തുള്ളി വെള്ളമില്ല. തേങ്ങ കൊട്ടയിഞ്ഞും ചെയ്തിക്കണം കേട്ടോ. ഇനി നമുക്ക് കൊട്ടയിഞ്ഞാകുമ്പോൾ എന്താ കാട്ടാന്നറിയാം, നമുക്ക് അരിഞ്ഞുകാണ്ട് മിക്സിയിലിട്ടുകാണ്ട് അരച്ചാൽ മതി ചട്ടിനിക്കല്ലേ. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ ഇടിയിലൊന്ന് വെന്തുക്കണോ നോക്കാം. അപ്പോൾ ചായ ഇതാക്കണം, ചൂടാറിക്കണം. അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ ഫോർക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടാണ് വെന്തുക്കണമെന്നുള്ളത്. അപ്പോൾ ഇഡലിയൊക്കെ വെന്തുക്കണേ. അപ്പോൾ ഞാനൊന്ന് മാങ്ങി വെക്കട്ടെ. നല്ല അടിപൊളിയായിട്ടില്ല, സോഫ്റ്റ് ആയിട്ടില്ല ഇഡലി തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഇഡലി ആണെങ്കിൽ ഉണ്ടല്ലോ മക്കൾക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ. ഇനി നമുക്കിത് എത്ര ബാക്കിയുണ്ടെങ്കിലും നമ്മളെ മിന്നുട്ടി ഇങ്ങനെ തിന്നോളൂ കേട്ടോ. അവൾ സ്കൂളിട്ട് വന്നാലും തിന്നും, മദ്രസ വിട്ട് വന്നാലും തിന്നും. അന്തിക്കുണ്ട് വെച്ചെങ്കിൽ ആ ചോറ് നിന്ന പകരം അപ്പോഴും തിന്നും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ട് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോറ് ബാക്കിയായാലും ചായൻ്റെ കടി ബാക്കി ഉണ്ടായാലും ഇവിടെ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ആ നമ്മളെ മീൻകുട്ടി തിന്നോളൂ കേട്ടോ. അത് ചിലപ്പോൾ ഒരു തുള്ളി പഞ്ചാര ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ മൂപ്പത്തിയേര് തിന്നും. ചാറ് ഞെല്ലടി എന്ന് പറഞ്ഞാൽ എന്നാൽ കുറച്ച് പഞ്ചസാര ഇട്ടരി മാറി. അങ്ങനെയാണെങ്കിലും ഓള് ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓള് തിന്നോളൂ കേട്ടോ. അങ്ങനെ ചായക്ക് കടി ഓളും തിന്നും, ബാക്കിയുള്ള ചോറുണ്ടെങ്കിൽ ഞാനും തിന്നും, പഴഞ്ചോറ്. അപ്പം അങ്ങനെ ഏതായാലും ഞങ്ങളത് ഇവിടെ ഒന്നും വേസ്റ്റാക്കി കളയലില്ല കേട്ടോ. അതാണ് ചുരുക്കം. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി നമ്മളെ ഇഡലി ചൂടാറട്ടെ. അപ്പം ഞാൻ ചാറ്റിക്ക് അരക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്ത് വെക്കണുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നല്ല തേങ്ങാച്ചോറും പണ്ടത്തേതാണ് കേട്ടോ. തേങ്ങാച്ചോറും പിന്നെ പരിപ്പ് ചാറും. അപ്പം ഇറച്ചിയല്ല കേട്ടോ, കോഴിയാണ് കേട്ടോ പറഞ്ഞിരിക്കണത്. അപ്പം അതും കൊണ്ടുവരണം. അപ്പം ഇന്ന് നമുക്ക് അതാണ് കേട്ടോ ഉച്ചക്ക്. അപ്പോൾ അത് വെക്കും വേണം, നമ്മളെ കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണമല്ലോ. അപ്പോൾ അതിന് വെക്കണം. അപ്പോൾ അതിന് ചായയും കടിയുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് വേണം ചോറ് വെക്കാൻ. അപ്പോൾ നമ്മൾ ഇഡലി ഇതാക്കണം, ഒന്ന് തണുത്തപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഈസി ആയിട്ട് പോരുന്നുണ്ട്. അതിനാണ് നമ്മൾ എണ്ണ തേക്കണത്. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ സ്പൂൺ ഉണ്ടല്ലോ ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇഡലി നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, അത് ചട്ടിനിയൊക്കെ പാർന്ന് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ തിന്നുമ്പോൾ എന്ത് രസമാണെന്നറിയാം അല്ലേ. അപ്പോൾ ഞാൻ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജീരുള്ളിയും കൂടി എടുക്കുന്നുണ്ട്, പിന്നെ പച്ചമുളകും എടുത്തുക്കണം കേട്ടോ. അത് കേകി നമുക്ക് ഇക്കിടാം. ചട്ടിനി ഉണ്ടാക്കുമ്പോൾ എരുമാണ് തന്നെയാണ്, എന്നെങ്കിൽ ചട്ടിനി ഒരു ബൗസ് ഉണ്ടാവുള്ളൂ കേട്ടോ കൂട്ടാൻ. അപ്പോൾ ഞാനിതാക്കണേ നമ്മൾ മിക്സിൻ്റെ ജാറ് കണ്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ചട്ടിനി റെഡിയാക്കി എടുക്കണ്ട. അപ്പോൾ ഇതാക്കണേ ഒരു തുള്ളി കൂടി പാത്രത്തിൽ ബാക്കിയാക്കി വെക്കാതെ എല്ലാതും തുടച്ചാണ്ട് എടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി പാരാം. ലേശം പാർന്നാൽ മതി, പിന്നെ നമുക്ക് വെള്ളം കൂട്ടിക്കാണ്ട് പാർന്നാൽ മതിയല്ലോ. കുറേ വെള്ളം പാർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ തേളി ചിന്തൂട്ടോ. അപ്പം അങ്ങനെ കറക്കി വന്നോടുകൂടി നമ്മളെ ചട്ടിനിക്കില്ല തേങ്ങ അരച്ച് വന്നിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിച്ചു അങ്ങനെ കറക്കിയാൽ ചട്ടിനി ആവുമേ, തേങ്ങ അരിയും. അപ്പോൾ മോട്ടറൊന്നിട്ട് ചിലപ്പോൾ കറണ്ട് പോയാലോ, കറണ്ടിൻ്റെ ഒരു കളിയുണ്ട്, നേരം വെളുക്കുമ്പോൾ തന്നെ വന്നും പോയി നിൽക്കുകയാണ്. അപ്പോൾ മോട്ടറൊന്നിട്ടാൽ ടാങ്ക് നിറച്ച് വെച്ചാൽ അത്രയും സമാധാനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ച് കരിയേപ്പും ഇട്ട് അരച്ച തേങ്ങയും പാർന്ന് കുറച്ച് വെള്ളവും പാർന്ന് സെറ്റാക്കി. അപ്പോൾ കുറച്ച് തോനെ തന്നെ ഉണ്ടാക്കിക്കണം കേട്ടോ. നല്ല കുറുന്നനെയൊന്നല്ല, കുറുന്നനെ ആയി കഴിഞ്ഞാൽ അമ്മ ചട്ടിനി പറഞ്ഞാണ്ട് പറയും. പിന്നെ ഞാൻ രണ്ടാമത് കുറച്ച് ചട്ടിനി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അതിലേറെ നല്ല കുറച്ച് കൂടി വെള്ളം കൂട്ടി ഉണ്ടാക്കിയാൽ പിന്നെ ചട്ടിനി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതാക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, കുറച്ചൊരു കുറവുണ്ടായിനി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചട്ടിനിയായി. അപ്പോൾ ഞാൻ കൂട്ടാൻ വെക്കാൻ നമുക്ക് ഒരു വാഴക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വാഴയ്ക്ക് അപ്പോൾ നിങ്ങൾ വിചാരിച്ചും തേങ്ങാ ചോറ്റക്കത്തിന് ഈ വാഴക്ക, അപ്പോൾ എന്താണെന്ന് പറയുക, ഈ വാഴക്കഞ്ഞ് എന്താ വാടി പോവില്ലേ, അത് എഴുതിയിട്ട് ഞാൻ ഇന്നത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഒരു വാഴയ്ക്കുള്ളൂ, അതുകൊണ്ട് മാത്രമേ ആയില്ലല്ലോ. അപ്പം നമുക്ക് എന്താട്ടാ, നമ്മളെ പയറുണ്ടല്ലോ അതിമൊന്ന് പോയി നോക്കാം ഉണ്ടോ ഇല്ലേന്നില്ലത്. അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ പറിച്ചിട്ട്. അപ്പോൾ ഇതാക്കണം ഞാൻ കുറച്ച് ഉലുവട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേങ്ങാച്ചോറ് വെച്ചാൽ നമ്മളെ മക്കൾക്ക് പറ്റും കേട്ടോ. നെല്ലുത്തീരോട് തേങ്ങാച്ചോറ് വെച്ചാൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ തേങ്ങാച്ചോറാക്കാമെന്ന് വിചാരിച്ച്. നമ്മളെ ചാക്കേരി കഴിഞ്ഞേക്കണം കേട്ടോ, രസം പിടിയിട്ട്. അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് തന്നെ ഭയങ്കര പിരാന്താണ് കേട്ടോ ഈ ചോന്ത അരിയാണ് പറഞ്ഞാണ്ട്. അപ്പം ഇനി നമ്മളെന്താട്ടി ഞായറാഴ്ച ആയതുകൊണ്ട് തുറന്നിട്ടില്ല ഇനി കേട്ടോ, രസം പിടിയെ തുറക്കില്ലല്ലോ. അപ്പം നമുക്ക് തിങ്കളാഴ്ച കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. അത് ഇന്നാണ് കേട്ടോ. അപ്പോൾ അതാ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനുള്ള തേങ്ങയും ഉള്ളിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പയറുണ്ടാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ പയർ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇന്ന് ഒരു ഉപ്പേരിക്കും അത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വാഴയ്ക്ക് കൂടെ ഇടാനാണല്ലോ.
അപ്പം കുറച്ച് മതി. അപ്പം ഞാൻ ഏതായാലും ഇല്ലതൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട്. കാരണം ഇനി ചിലപ്പോൾ അത് അതിന്മേൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൂക്കും. അപ്പോൾ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതിലേറെ നല്ലതാണ് ഇപ്പോൾ പറിച്ചിന് എഴുതിയിട്ട് ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഉപ്പേരിക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഇഞ്ച കജ്ജി കണ്ടങ്ങൾ പയർ, ഈ ഒരു പയർ പറിച്ചുമ്പോൾ ഒരു സന്തോഷം എന്താ അറിയുക നിങ്ങൾക്ക്. പയർ അതേമാതിരി വൈതരങ്ങ അതൊക്കെ പറിച്ചുമ്പം ഭയങ്കര സന്തോഷമാണ് മക്കളെ. എന്ന മാതിരി നമ്മൾ മുരിങ്ങാക്കൊമ്പ് കുഴിച്ചിട്ടീനല്ലോ, അത് തേർത്തുക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ ഞങ്ങൾക്ക്, തേക്കണുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് വിധി ഉണ്ടെങ്കിൽ കാണിച്ചു തരണ്ട് ഞാൻ. അപ്പോൾ ഇതാക്കണേ പയർ കണ്ടില്ലേ, ഇത്രയും പയറിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ കാണാത്തുണ്ടേനി, അതൊന്ന് ചുങ്ങിപ്പോയും ചെയ്തേക്കണേ. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുരു എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചു പോകുന്നതാണ്. അങ്ങനെ അതവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മിറ്റടിച്ച് വരണം. അപ്പോൾ ഇന്നൊരു വെയിലൊക്കെ ഇങ്ങനെ എളിച്ചാട്ടണുണ്ട് കേട്ടോ. ചില നേരത്തെ ഒരു വെയിൽ ഇങ്ങനെ എളിച്ചാട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ മഴ, അങ്ങനെ പോകണം കേട്ടോ. വെയിലറച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, കൂലിപ്പണിക്കൊക്കെ പോകണവർക്കൊക്കെ നല്ല സുഖമാണ്. പണി എടുക്കണമല്ലാകുമ്പം വൈകുന്നേരം വരെ മഴ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും അന്നാന്ന് നയിച്ചിട്ടുള്ളവർക്കൊക്കെയാണ് ഭയങ്കര ഗതികേട് കേട്ടോ. എല്ലാവരും അന്നാന്ന് നയിച്ചുണ്ടാക്കണമൊക്കെ തന്നെയാണ്. പിന്നെ ഈ കൈക്കോട്ട് ഒത്താനൊക്കെ പോകണവരുണ്ടല്ലോ, ആ കൈക്കോട്ട് ഒത്താൻ, അതേ പറഞ്ഞമാതിരി വാർപ്പിൻ്റെ സെൻറ്ററിങ്ങിൻ്റെ പണിക്കിലൊക്കെ അങ്ങനത്തേനൊക്കെ മഴ പെയ്താൽ, അതേമാതിരി ടാപ്പിങ് അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര ഗതികേടാണ് മഴ പെയ്താൽ. അപ്പം ഇങ്ങനെ അന്തിക്ക് പെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ഇതാക്കണേ ഞാനേ നമ്മളെ ചാറ്റിക്ക് ഇല്ല തേങ്ങ അരക്കുകയാണ് കേട്ടോ. നമ്മളെ ചാറെന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരിപ്പ്, തേങ്ങാച്ചോറും പരിപ്പുമാണ് കേട്ടോ. തേങ്ങയും ജീരുള്ളിയും കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് അരച്ചിക്കണേ. പിന്നെ കോഴി വെക്കാനില്ലേ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിക്കണേ. പിന്നെ തക്കാളി, വല്ലുള്ളി, കരിയേപ്പ് ഒക്കെ ഇട്ടിക്കണേ. അപ്പോൾ കോഴി കൊണ്ടുവന്നിട്ടില്ല, കോഴി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണം കേട്ടോ. കൊണ്ടുവരുമ്പോഴത്തേന് പണിയൊരുക്കി വെക്കുകയാണേ. അത് എന്നും ഞാൻ പറയലുണ്ട് കേട്ടോ, വരുമ്പോഴത്തേനൊക്കെ പണിയൊരുക്കി വെക്കുകയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഇതാക്കണേ, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളെ വല്ലുള്ളിയും പാടെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം കുറച്ച് കായം പൊടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച്. ചിലപ്പോൾ നമ്മളെ മക്കൾക്ക് ഈ പരിപ്പും ചാറ് പറ്റൂല കേട്ടോ. ഈ തേങ്ങാച്ചോറ്റിക്ക് ചെറിയ തേങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റൂല. വലിയവന് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലപ്പം ഒരു പിരാന്തുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. നല്ല മണമാണ് ഈ തേങ്ങാച്ചോറ്റിന്. അപ്പോൾ ഞാനൊന്ന് വെന്തുക്കണോ നോക്കിക്കണേ. അപ്പോൾ സാറായിട്ട് വെന്തുക്കണേ. അപ്പോൾ ഞാനിതാക്കണം നമ്മളെ പരിപ്പ് ചാറൊക്കെ വെന്തുക്കണം കേട്ടോ. തക്കാളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും ഇട്ട് വെച്ചതാണ് കേട്ടോ നമ്മളെ പരിപ്പ്. ഞാനൊന്ന് തൂമിച്ച കടുകും കരിയേപ്പും ഇട്ട് തൂമിച്ചിട്ട് നമ്മളിതാക്കണേ തേങ്ങ പറന്നു പരിപ്പും ചാറും പറന്ന് ഒന്നും കൂടി തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അവിടെ ഓഫാക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം പറന്നിക്കണേ. പിന്നെ ഞാനിതാക്കണേ തക്കാളി, ആ തക്കാളിയും കൂടി ഒന്നിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം ഇത്രയും തോനെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് പിരാന്ത് പിടിച്ചിട്ടുണ്ടോയെന്ന് ഇപ്പോൾ നമുക്കറിയില്ല മക്കളെ. ചിലപ്പോൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് ക്ഷമിച്ചാളി. ചിലപ്പോൾ ഞാൻ വരൂല. ഇതിപ്പോൾ ലാസ്റ്റ് കാണലേ കരഞ്ഞ് നിങ്ങൾ. അപ്പോൾ ഇതാക്കണേ കോഴി കുറച്ച് കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് എടുക്കാം, നാളെ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിക്കണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ കുറച്ച് പകുതിയാക്കി ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ളത് വേഗം ആക്കുകയാണ് കേട്ടോ. നമ്മളെ കുട്ടിക്ക് പോകാനായി പെട്ടെന്ന് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 2 കജ്ജുള്ളൂ ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് പറഞ്ഞിക്കഴിഞ്ഞ് എന്നാലും വേണ്ടില്ല ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ തക്കാളി എല്ലാം കേങ്ങിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഒന്ന് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ. അല്ലെങ്കിൽ കുറച്ച് തോന്നിട്ടില്ലുണ്ട്. ഇന്നിപ്പോൾ ചാറല്ലല്ലോ, ഇങ്ങനെ വരട്ടല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ മല്ലിപ്പൊടി കുറച്ചിക്കാണ് കേട്ടോ. പിന്നെ ഞാനിതാക്കണേ നമ്മളെ കോയും കൂടി കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വെള്ളമൊന്നും പാരില്ല കേട്ടോ. വെള്ളം പാരാതെ തന്നെ നമുക്ക് ആക്കിയാൽ മതി. അതിൽ കിടന്ന് അങ്ങനെ വന്നോളും. കാരണം കോഴിയൊന്നും പിന്നെ ഊറ്റി വെച്ചിട്ടില്ലല്ലോ, കേക്ക് ഊറ്റി വെച്ചിട്ടില്ല വെള്ളം പാരാൻ. അത് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കി ഇനി നമുക്ക് എന്താട്ടണം എന്നറിയാം. ഞാൻ അതിന് കുറച്ച് പയർ അങ്ങോട്ട് എടുത്തേക്കാണ് കേട്ടോ. നമുക്ക് ബാക്കി കൂടെ ഇടാല്ലേ മാത്രം എടുത്താൽ മതി, ബാക്കി വേണ്ട. ബാക്കി നമുക്ക് പിന്നെ വെക്കാം. കാരണം ബാക്കി കൂടെ ഇട്ടാൽ ചിലപ്പോൾ മക്കൾക്ക് പറ്റിക്കൂടായി ഇല്ല, അപ്പോൾ ഓൽക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ബാക്കി കൂടെ ഇട്ടപ്പോൾ വെക്കുകയാണ് പറഞ്ഞപ്പോൾ നമ്മളെ കുട്ടിക്ക് പോകാനായി. അപ്പോൾ പറഞ്ഞിച്ച് ഇനി ഉപ്പേരി ഒന്നും വേണ്ടമ്മ, നിങ്ങൾ ചോറാക്കി തരി, നേരം വൈകിയാൽ പറ്റൂലാണ്. അപ്പം എന്നാൽ പിന്നെ ഓന് ഞാൻ എന്താക്കണം തേങ്ങാച്ചോറും പരിപ്പ് ചാറും ഉണ്ടാക്കി പിന്നെ ആ കോഴി വറ്റിച്ചിക്കണമല്ലോ അതും ഇട്ട് കൊടുത്തിട്ടോ. അത് മതി, മാച്ച് ഉപ്പേരി ഒന്നും വേണ്ട. പിന്നെ ഇപ്പം തേങ്ങാച്ചോറ്റിക്ക് ആരമ്മ പയറുപ്പേരി എന്നാ ഒരു വർത്താനം ഓൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വാടി പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഇതാക്കണേ ഓനുള്ള ചോറ് നമ്മൾ ആക്കി കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഓൻ പറഞ്ഞ് ഇച്ചും വേണം അമ്മ ലിവർ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കഷ്ണാക്കിയിട്ടാണ്, ഇച്ചൊന്നും ഓനൊന്നും. ഒന്നല്ല ഒരു പൊട്ട്, ഓനൊരു പൊട്ടും ഇച്ചൊരു പൊട്ടും കേട്ടോ. ഇച്ചും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ലിവർ. ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ ഈ ലിവർ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല തൃപ്തി കേട്ടോ. പിന്നെ പയർ ഇതാക്കണേ, പിന്നെ ഓലൊക്കെ പോയില്ലേ, പിന്നെ ഇപ്പം ഇനി ഓൽക്ക് പണിയൊന്നുമില്ല, ഓല പറഞ്ഞേച്ച്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താട്ടാ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. അപ്പം എന്നാൽ പിന്നെ ഇനി പയറും വായ്ക്ക് ഉപ്പേരിയാണ് വെച്ചിട്ട് പിന്നെ അടിച്ചോലോ തുടക്കലോ കണ്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ഈ പയറൊന്ന് പൊട്ടിച്ചാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പിന്നെ നമുക്ക് വായ്ക്കാം. ബാക്കിയുള്ള പയർ ഞാൻ അവിടെ വെച്ചിരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നാളെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഇപ്പം തന്നെ വെച്ച് കൂട്ടിയാൽ ചിലപ്പം വേണ്ടി വരില്ല. കാരണം ഇത് ഈ വായ്ക്ക് കൂടിയാണ് ഇടുന്നത്, അതുകൊണ്ടാണ് പറ്റാത്ത കേട്ടോ മക്കൾക്ക്. സനുവിനും മിന്നുട്ടിക്കും വലിയ തൃപ്പതില്ല. ഇപ്പം വലിയ കുട്ടിയാണ് ഇപ്പോൾ തിന്നാനുള്ളത്. ഓനും തന്നെ ചിലപ്പോൾ ഒരു പിരാന്തിക്കാരം. അപ്പം ഞാൻ ഏതായാലും വായ്ക്കും പയറൊക്കെ വെച്ചാലും ഒരു രസമാണ് കേട്ടോ. അപ്പം അങ്ങനെ വായ്ക്ക ഇതാക്കണം, പൊണ്ണം വായ്ക്കാണേ. അപ്പോൾ താത്ത തന്നതേനി കേട്ടോ, താത്താൻ്റെ കുടിയിൽ നിന്ന് താത്ത കൊടുന്നതേനി. അപ്പോൾ 2 ഉണ്ടായിനി. അപ്പോൾ ഞാൻ 2 മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ്, കാരണം ആരും തിന്നൂല, ഞാൻ മാത്രം തിന്നണ്ടേ. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ വായ്ക്കല്ലേ, അപ്പോൾ ഞാൻ കടുകിട്ട് കണ്ടാൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പയറൊറ്റ കണിച്ചിക്ക് തൂമിച്ചാൽ മതി. അങ്ങനെയാണ്. പയർ ഞാൻ കടുകിട്ട് തൂമിച്ചലില്ല കേട്ടോ. പയർ ഞാൻ ഉള്ളിയിട്ട് കണ്ടാൽ തൂമിച്ചൽ, വായ്ക്ക കടുകിട്ട് കണ്ടാണ്. അപ്പോൾ വായ്ക്കും പയറും ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാനിപ്പം ഇനി എന്താട്ടി വായ്ക്കല്ലേ കുറച്ച് തോനല്ലത്, അപ്പോൾ പിന്നെ കടുക് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ 2-3 പച്ചമുളകും. എന്തുണ്ടാക്കുകയാണെങ്കിലും ഇവിടെ എരുമാണ് കേട്ടോ. എരുണ്ടെങ്കിലേ ഒരു ചൊടി ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ കൂട്ടാനൊക്കെ. ചിലവർക്ക് എരു ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് നല്ല എരുവാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാക്കണേ നമ്മൾ എന്താട്ടി നല്ലതും പാടെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്നും പാരണ്ട, നമ്മൾ കേകി വാരിയിട്ടല്ലേ അതിൽ തന്നെ വെള്ളം പൊടി. അപ്പം ഞാൻ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താവുന്നില്ലത്. അപ്പം ഞാനൊന്ന് മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിനിതാ ലോഡ് പാത്രം കഴുകാണ്ട്, ഇനി നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കും ചേച്ചാ. അപ്പം ഞാൻ എന്താട്ടി അതൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മളെ പയറും വായ്ക്കയും എന്തായി നോക്കാം. അതൊക്കെ വെന്തുക്കണം. അപ്പം ഇനി നമുക്ക് തിരിച്ചൊക്കെ ഓഫാക്കി മൂടി വെക്കാം. ഇനിയിപ്പം വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്ക് അടുപ്പം വീതനെയും തുടക്കാണ്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ്ട് അത്രയേ ഉള്ളൂ പണി. പിന്നെ അടിച്ചുപോയി തുടക്കാനുണ്ട് കേട്ടോ. ചോറും കൂട്ടാനും ആയാൽ തന്നെ മക്കളെ പകുതി പണി കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടിച്ചലും തുടക്കലും പാത്രം മോറിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാക്കണം. ഒരുപാട് തിരുമ്പി തോരട്ടുണ്ടായിന്, കാരണം വെയിലുണ്ടായപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുത്താണ് കേട്ടോ. അപ്പം അങ്ങനെ ആയാൽ എന്താണെന്ന് പറയുക, ഒരുപാട് മടക്കാണ്ടാവും. ഇച്ചാണെങ്കിൽ പിരാന്താണ് മക്കളെ, തിരുമ്പാൻ മടിയില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇത് മടക്കാണ്ടല്ലോ, അത് പെരും മടിയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തിരുമ്പി കഴിഞ്ഞാൽ, അല്ല തിരുമ്പാൻ മടിയുണ്ടോ അതോ പിന്നെ മടക്കാനാ മടി? ഇച്ച തിരുമ്പാൻ മടിയൊന്നുമില്ല, പക്ഷേ ഇച്ച് മടക്കാൻ പെരും മടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് കുളിച്ചിട്ടിടാനുള്ളതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കണം, ചോറ് കഴിച്ചാൽ വേണ്ടി ഒരുങ്ങിയാണ്. നമ്മൾ നല്ല തേങ്ങാച്ചോറും പരിപ്പ് ചാറും വാഴക്കുപ്പേരിയും കോഴി വരട്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി കേട്ടോ. ഇത്രയും കാലങ്ങൾ ഞാൻ സഹിച്ചല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെ വീഡിയോസിന് കാത്തു നിന്നതിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി നാളെ മുതൽ ഉണ്ടാവുമല്ലേ എന്നൊന്നും പറയാൻ പറ്റൂല, ഉണ്ടെങ്കിൽ ഞാൻ വരണ്ട്. അപ്പം ചളിത്താമാസിയൊക്കെ പറഞ്ഞിട്ടില്ല ഓരോ വീഡിയോ ഇനി ഓരോ ദിവസവും. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ, അപ്പോൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പോൾ ഇനി ഈ കളിത്തമാസിയും ചളിത്തമാസിയും ഒന്നും കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇനി വരൂല കേട്ടോ. അപ്പം ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വരണ്ടേ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും, താങ്ക് യു.